എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു പൂവാണ് ഈ റോസ് പൂ എന്ന് പറയുന്നത്. അതിങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ അത് വളരെ ഭംഗി തന്നെയാണ്. അപ്പോൾ അതിന് പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞാൻ എൻ്റെ പ്ലാന്റിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം ഇതിപ്പോൾ ഇങ്ങനെ ബഞ്ചായിട്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് റോസ് പ്ലാന്റ് തന്നെയാണ്. ഒരുപാട് റോസ് പ്ലാന്റിൻ്റെ കളക്ഷനൊന്നും എൻ്റെ കയ്യിലില്ല. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വാടി നിൽക്കുന്ന പൂക്കൾ ആ പൂവിൻ്റെ ഞെട്ടി വെച്ചിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ നിന്ന് തന്നെ പുതിയ സ്റ്റെമ്മുകൾ നമുക്കുണ്ടാവും. അപ്പോൾ പുതിയ സ്റ്റെമ്മുകൾ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് നിറച്ച മൊട്ടുകളും അതുപോലെ തന്നെ ഫ്ലവറുകളും വരിക. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ ജൈവവളമാണ് വേനൽക്കാലങ്ങളിൽ കൊടുക്കാറുള്ളത്. പച്ചക്കറിയുടെ വേസ്റ്റ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ജൈവവളം ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ചാണകപ്പൊടിയും ആ ജൈവവളം കൂടെ ചേർത്തിട്ട് വേനൽക്കാലങ്ങളിൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഈ വർഷക്കാലത്ത് അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പ്ലാന്റ് ചീഞ്ഞു പോകാനൊരു സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇതിൽ കണ്ടോ നിറച്ചിങ്ങനെ മുട്ടുകളായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഈ മുട്ടുകളൊക്കെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഫ്ലവറുകളായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട്. ഒരു 3-4 ദിവസം നിൽക്കുന്നുണ്ട് ഈ പൂക്കൾ. അല്ലാണ്ട് പെട്ടെന്ന് വിരിഞ്ഞ വശം തന്നെ അത് കൊഴിഞ്ഞു പോകുന്നില്ല. മഴ ആയതുകൊണ്ട് 4 ദിവസമേ നിൽക്കുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് കുറച്ചും കൂടെ അത് നിൽക്കാറുണ്ട്. അപ്പോൾ ഈ മുട്ടുകളൊക്കെ തന്നെ വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പ്ലാന്റിൽ ഇപ്പോൾ അത് നിറച്ചിങ്ങനെ മുട്ടുകളൊക്കെ വിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. പിന്നെ നമുക്ക് മുട്ടയുടെ തോട് അതും നമുക്ക് ഇതിനടിയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിലൊക്കെ ഞാൻ കണ്ടോ മുട്ടയുടെ തോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേനൽക്കാലങ്ങളിലും വർഷക്കാലങ്ങളിലും നമ്മളിതിന് പൂവുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വളം അത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കത് ചെയ്തു കൊടുക്കാം. അപ്പോൾ ആ ഒരു വളമാണ് ഞാനിപ്പോൾ ഇതിന് കൃത്യമായിട്ട് ചെയ്തപ്പോഴാണ് ഇതുപോലെ നിറച്ച് മുട്ടുകളും അതുപോലെ തന്നെ എപ്പോഴും നന്നായിട്ട് പൂക്കളും ഉണ്ടായി തുടങ്ങിയത്. ആദ്യമൊന്നും ഞാൻ ഒരു ചെടിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പൂക്കളുണ്ടായി ഉള്ള ചെടികൾക്കാണ് പൂക്കളുണ്ടാകുന്ന എല്ലാ പ്ലാന്റ്സിനും അഡീനിയം പോലുള്ള പ്ലാന്റ്സിനൊക്കെ തന്നെ നമ്മൾ ആ ഒരു വളം ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ പ്ലാന്റിൽ നന്നായിട്ട് പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുള്ളത്. ഇതിനിപ്പോൾ നന്നായിട്ട് ഫ്ലവറുകൾ വരുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളിതിൻ്റെ റൂട്ട് അടിയിലൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതെല്ലാ പ്ലാന്റ്സിനും ചെയ്യേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് റോസ് പ്ലാന്റ്സിന് കുറച്ച് കെയർ ഉണ്ടെങ്കിൽ തന്നെയാണ് നന്നായിട്ട് ഇതുപോലെ ഫ്ലവറുകൾ ഉണ്ടാവുള്ളൂ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ DAP ആണ് ഇതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കണേ. ചിലപ്പോൾ ഒരു പക്ഷേ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. നമുക്ക് വളക്കടകളിലൊക്കെ അത് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതുപോലെ മണിമണികളായിട്ടുള്ള ഒരു പൂവുണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വളമാണ്. അപ്പോൾ അത് നമുക്ക് ജൈവവളം എന്നുള്ള രീതിയിൽ ഏത് കാലത്ത് വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. വർഷക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. ഇത് കണ്ട് ഇത് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ബ്ലാക്ക് ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡൈലൂട്ട് ആകുമ്പോൾ കുറച്ച് സമയമെടുക്കും. വൈറ്റ് ആകുമ്പോൾ അത് പെട്ടെന്ന് ഡൈലൂട്ട് ആവുന്നതാണ്. ഇത് ഏകദേശം ഒരു 10-15 മണി അതിൻ്റെ ചട്ടിയുടെ സൈഡിൽ കൂടെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മണ്ണ് ഒന്നും കൂടെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ആ പ്ലാന്റിന് ഒരു നല്ല ഗ്രോത്തും ഉണ്ടാവും. അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവറുകളും വരും. ഓരോ സ്റ്റെമ്മും വരുന്ന സമയത്ത് തന്നെ അതിൽ നല്ല മുട്ടോട് കൂടിയിട്ടാണ് അത് വരിക. ഇത് ഏകദേശം നമുക്ക് മാസത്തിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത്ര ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. പൂക്കളുണ്ടാവുന്ന എല്ലാ പ്ലാന്റിനും തന്നെ നമുക്ക് ഈ DAP ഇട്ട് കൊടുക്കാം. അത് ബ്ലാക്ക് യൂസ് ചെയ്യാൻ തന്നെയാണ് കൂടുതൽ നല്ലത്. കാരണം അപ്പോൾ 15 ദിവസം നമുക്കതിൽ കൃത്യമായിട്ടത് പതുക്കെ പ്ലാന്റ് അബ്സോർബ് ചെയ്യും. അടുത്ത നെക്സ്റ്റ് 15 ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും അത് പ്ലാന്റിന് കൃത്യമായിട്ട് തന്നെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുപോലെ റോസ് പ്ലാന്റ് വളർത്തുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു.